വെൽക്കം ബാക്ക് ടു എഡ്യു വാലറ്റ്. ജൂൺ 12-നാണ് നിങ്ങളുടെ എല്ലാവരുടെയും സെയിം ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത്. എല്ലാവർക്കും അറിയാം. കുറേ പേരൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പേര് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഇനി കുറേ കുട്ടികൾ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, പഠിച്ചിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുമോ, ഈ ഡിഗ്രേഡ് എന്നുള്ളതൊക്കെ കുറച്ച് മാർക്ക് കൂട്ടി നല്ലൊരു ഗ്രേഡിലേക്ക് എത്താൻ പറ്റുമോ, അത് സ്വയം പലർക്കും വിശ്വാസമില്ല. ഇനിയുള്ള ഒരു 25 ദിവസം പരീക്ഷയ്ക്കുള്ളൂ. 25 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് സാധിക്കും. എത്രയോ കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ മുമ്പത്തെ വർഷങ്ങളും ഇതേപോലെ ഫെയിലായി. 5 സബ്ജക്റ്റിലും 6 സബ്ജക്റ്റിലും ഫെയിലായ കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളടക്കം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം കുറച്ചുകൂടി അധികം ദിവസങ്ങളുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ആകെ 20-21 ദിവസമാണ് ആകെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുറഞ്ഞ ദിവസം കൊണ്ട് കൃത്യമായി പഠിച്ച് ഈ ഡിഗ്രേഡ് എന്നുള്ളത് A+ വാങ്ങിയ കുട്ടികളുണ്ട്. അതേപോലെ 5 സബ്ജക്റ്റും എഴുതി 5 സബ്ജക്റ്റിലും പാസ്സായ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് സാധിക്കാത്ത കാര്യമല്ല. നിങ്ങൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ടൈം ടേബിൾ ഒന്ന് എല്ലാവരും നോക്കി വെച്ചോളൂ. ജൂൺ 12 സെക്കൻഡ് ലാംഗ്വേജ് ആണ് മോർണിംഗ്. ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയും ബിസിനസ്സും ഉണ്ട്. 13th മോർണിംഗ് ഇംഗ്ലീഷാണ്. ഉച്ചയ്ക്ക് ശേഷം അക്കൗണ്ടൻസി ആണ്. അത് കഴിഞ്ഞ് 14th മോർണിംഗ് മാത്സ്, ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസ്, 19th ഫിസിക്സും എക്കണോമിക്സും, 20th ബയോളജി. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം എല്ലാ സബ്ജക്റ്റും അടുത്തടുത്താണ്. എന്നിരുന്നാലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അത്രയും അടുപ്പിച്ചായിരുന്നു പരീക്ഷകൾ. എന്നിട്ടും ആ സ്റ്റുഡൻസ് പരീക്ഷ എഴുതി നല്ല മാർക്കോട് കൂടി പാസ്സായി പുതിയ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിച്ച് ഓരോ ദിവസവും നിങ്ങൾ കളയരുത്. ഇനിയും മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ക്രിട്ടിക്കലാണ്. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം മാക്സിമം. സോ അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആരും പോയിട്ട് ഓരോ പാഠമായിട്ട് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ 8 മാർക്ക് 9 മാർക്ക് 10 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ പഠിക്കുക. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഫിസിക്സും കെമിസ്ട്രി മാത്സും ഏതാണെങ്കിലും, ഇപ്പോൾ ബിസിനസ്സോ അക്കൗണ്ടൻസോ എക്കണോമിക്സോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, സിമ്പിൾ ആവാം ടഫ് ആവാം, വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. എത്ര സമയം എടുത്തിട്ട് പഠിക്കുന്നതാണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന പാഠം പെർഫെക്റ്റ് ആവാം. ഇപ്പം നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഓരോന്നിലും എന്തായാലും ചോദ്യങ്ങൾ, ഇപ്പോൾ 6 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ചില പാഠങ്ങളിൽ നിന്ന്. അങ്ങനെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കാം. ഇപ്പം നമുക്ക് ഫിസിക്സ് ആണെങ്കിൽ ചില ചോദ്യങ്ങൾ എന്തായാലും വരുന്ന ചോദ്യങ്ങളുണ്ട്. മാത്സ് ആണെങ്കിലും 6, 4, 3 മാർക്കിന് എന്തായാലും വരുന്ന ചില ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇപ്പം തന്നെ പഠിച്ചു പോവുക, സമയം എടുത്ത് ചെയ്ത് പഠിക്കുക. ഒപ്പം ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിലെ മുൻ വർഷങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കുറഞ്ഞ ദിവസങ്ങളാണ് ഉള്ളത്, കുറേ മാസങ്ങളില്ല. അപ്പോൾ ഈ കുറച്ച് ദിവസം നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കുക. അല്ലാതെ വളരെ കുറച്ച് ദിവസങ്ങളെ പരീക്ഷിക്കുള്ളൂ. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറേ വലിച്ചുവാരി പഠിക്കാതെ ആവശ്യമുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സബ്ജക്റ്റിലൊക്കെ ഇമ്പോർട്ടൻസ് ഏതാ, ഷുവർ ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നൊന്നും അറിയില്ല, ഇനി അതുപോലെ തന്നെ പല ടോപ്പിക്സും എന്താന്ന് പോലും അറിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഇനിയുള്ള 25 ദിവസം ഉണ്ട്. കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അത് ഉറപ്പാണ്. കുറേ കുട്ടികൾ അങ്ങനെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ പലർക്കും വെയിറ്റേജ് ചെയ്താൽ ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറിയില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ ഗൈഡൻസ് വേണം. കൃത്യമായി ഡെയിലി ലൈവ് ക്ലാസ്സിൽ കയറി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യു വാലറ്റിൻ്റെ സെയിം ഇംപ്രൂവ്മെൻറ്റ് ബാച്ച് ഉണ്ട്. ഓൾറെഡി ക്ലാസ് തുടങ്ങി 4-5 ദിവസമായി തുടങ്ങിയിട്ട്. പക്ഷെ അഡ്മിഷൻ 2 ദിവസം കൂടി നമ്മൾ അഡ്മിഷൻ നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് സയൻസും അതുപോലെ തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസിനും ബാച്ചുകളുണ്ട്. സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഇതൊക്കെ ലൈവ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ പഴയ ക്ലാസ്സുകൾ ഇട്ട് തരികയല്ല. നിങ്ങൾ വേറെ ഏതൊരു സംഭവത്തിൽ പോയി അഡ്മിഷൻ എടുത്താലും ആ ഒരു പഴയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് തരികയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഓരോ ദിവസവും എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബേസിക്സ് തൊട്ട്, ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിലും ബേസിക്സ് തൊട്ട് തന്നെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, ഡൗട്ട്സ് ചോദിക്കാൻ നിങ്ങൾക്ക് എല്ലാം ചേർന്നൊരു ക്ലാസ്സാണിത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഒരു സബ്ജക്റ്റിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി 1000 രൂപ എന്ന് ആലോചിച്ച് ആരും ടെൻഷനായി വേണ്ട. കാരണം അതിനുള്ള ക്വാളിറ്റി ഈ ക്ലാസ്സുകളിലുണ്ട്. അത്രയും സമയം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയതൊക്കെ ഡെയിലി ലൈവായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പം അതിനുള്ള എമൗണ്ട് ആണ് 1000 rupees. ഒരു കൊല്ലത്തെ സിലബസ് ആണ് നമ്മൾ ഒരു മാസം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ്സ് കിട്ടും.
കിട്ടും. സോ ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക 6238596882. ഓക്കെ. ഇനി നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ ക്ലാസ്സുകളുണ്ട് കൊമേഴ്സിന്. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. സോ എല്ലാവരും കൃത്യമായി വെയിറ്റേജുള്ള ചാപ്റ്റർ, ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എന്തായാലും രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക. കുറഞ്ഞ 25 ദിവസം കൊണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ തന്നെ എണീക്കണം. 5 സബ്ജക്റ്റ് ഫെയിൽ ആയവരോ 2 3 ഓരോരുത്തർക്കും ഓരോ എണ്ണമാണ് അല്ലെ സബ്ജക്ട്സുകൾ. ചില കുട്ടികൾ ഒരേ ഒരു സബ്ജക്റ്റ് മാത്രമാണ് എഴുതുന്നത്. എന്താണെങ്കിലും നിങ്ങൾ കുറച്ച് രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക. കുറഞ്ഞ ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് നല്ല മാർക്കിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നല്ല എഫേർട്ട് വേണം. സോ ഒരു 5:30 എണീറ്റ് അരമണിക്കൂർ കൊണ്ടൊന്ന് ഫ്രഷായി ചെറിയൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഒരു 6 മണി തൊട്ട് 8 മണി വരെ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒന്നാമത്തെ സബ്ജക്ട്, നിങ്ങൾ 3 സബ്ജക്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ അതിലൊരു സബ്ജക്റ്റ്, 5 ആണെങ്കിൽ 5, ഇനി ഒരേ ഒരു സബ്ജക്റ്റ് ഉള്ളെങ്കിൽ അതിലെ ഒരു ചാപ്റ്റർ പഠിക്കുക. ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല, അങ്ങനെയുള്ള കുട്ടികളുണ്ട് അല്ലേ. പല പാഠങ്ങളും എന്താന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കൃത്യമായി ഇപ്പം നമ്മളെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പാഠം വെച്ച് പഠിച്ചു പോവാം. ആ ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആകുമ്പോൾ കാണാം. അപ്പം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ആ സമയത്ത് ഇരുന്ന് ആ ചാപ്റ്റർ പഠിക്കാം. അത് കഴിഞ്ഞൊരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 8:30 ഇരിക്കുക. അടുത്തത് 10 മണി വരെ നിങ്ങൾ 5 സബ്ജക്റ്റ് ഒക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ 2ാമത്തെ സബ്ജക്റ്റ് പഠിക്കുക. ഇനി അതല്ല 3 സബ്ജക്റ്റ് ആണെങ്കിൽ അവരും 2ാമത്തെ, ഒരേ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അവരും ആ സബ്ജക്റ്റ് തന്നെ അടുത്തൊരു സെക്ഷൻ പഠിക്കുക. ഇപ്പൊ നിങ്ങൾ നല്ല വെയിറ്റേജ് ഉള്ള പാഠാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ചധികം സമയം അതിന് കൊടുക്കണം. നിങ്ങളിപ്പോ ഒരു ദിവസം മൊത്തം ഇരുന്ന് ഒരു ചാപ്റ്റർ പഠിച്ചോളൂ എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ആ ഒരു ദിവസം ആ ഒരു ചാപ്റ്റർ പെർഫെക്റ്റ് ആയി പഠിക്കണം എന്ന് മാത്രം. ഓക്കെ. അപ്പൊ വലിയ ചാപ്റ്റർ ആണെങ്കിൽ 8 മണിക്ക് ശേഷം കുറച്ച് നേരം കൂടി നോക്കുക. അപ്പോൾ ഫിസിക്സ് ഇപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ഒരു 10 മണി 11 മണിക്കുള്ളിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സബ്ജക്റ്റ് എടുക്കാൻ. അല്ലാതെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം അടുത്ത സബ്ജക്റ്റ് എടുക്കുക. മിക്സ് ചെയ്ത് പഠിക്കരുത്. കുറച്ച് ഇത് കുറച്ച് അത് അങ്ങനെയല്ല. അപ്പം ആദ്യം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 10 മണി കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് ഒക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ നടക്കുക. ഫുൾ ടെൻഷൻ അടിച്ച് നടക്കാതെ കൂളായിരുന്നു പഠിക്കുക. 11 മണി തൊട്ടിട്ട് 1 മണി വരെ മറ്റൊരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ എടുക്കുക. പിന്നെ 2 മണിക്കൂർ നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്ത് റെസ്റ്റ് എടുക്കുക. കുറച്ച് ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് കാണാം. യൂട്യൂബ് ക്ലാസ്സുകൾ വേണമെങ്കിൽ കാണാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. അങ്ങനെ 3 മണി തൊട്ട് 5 മണി വരെ അടുത്തൊരു സെക്ഷൻ, അടുത്ത സബ്ജക്റ്റ് ഉള്ളത് അടുത്ത സബ്ജക്റ്റ്, അല്ലാത്തൊരു അടുത്ത ചാപ്റ്റർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. 7 മണി തൊട്ടിട്ട് 9 മണി വരെ അടുത്തൊരു ചാപ്റ്റർ. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 2 3 ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാം. അതിൽ 5 സബ്ജക്റ്റ് ഉള്ള കുട്ടികളാണെങ്കിലും ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്റർ വെച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിലും 2 3 ടോപ്പിക്കെങ്കിലും ഓരോ ചാപ്റ്ററിന് ഡെയിലി പഠിച്ചു പോവാം. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഷെഡ്യൂൾ. ഇപ്പം എനിക്കൊരു പെർഫെക്റ്റ് നിങ്ങൾക്കൊരു പക്ക സ്റ്റഡി പ്ലാൻ ഇവിടെ പറയാൻ പറ്റാത്തത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചില കുട്ടികൾ ഒരേ സബ്ജക്റ്റ് എഴുതുന്നവരാണ്, ചിലവർ 2 3. അപ്പോൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ഇങ്ങനെ വേണം ഉണ്ടാക്കാനായിട്ട്. രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം? 1 മണിക്കൂർ 1.5 മണിക്കൂർ അന്ന് എന്തൊക്കെ പഠിച്ചോ നന്നായി റിവൈസ് ചെയ്യണം. പല കുട്ടികളും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നു. അതിന് പ്രധാന കാരണം നിങ്ങൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നന്നായി റിവിഷൻ ചെയ്യുക, ചെയ്ത് പഠിക്കുക. അതേപോലെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള സബ്ജക്റ്റ്, അക്കൗണ്ടൻസിയും ഏതോ ആണെങ്കിലും നന്നായി ചെയ്ത് പഠിക്കുക. 2 3 തവണ ചെയ്ത് പഠിക്കുക, കാണാണ്ട് എഴുതുക. ഇപ്പൊ നമ്മളെ ലൈവിൽ നിങ്ങൾ കയറിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ എജുവാലിറ്റിന്റെ ലൈവിൽ നിങ്ങൾ കയറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് രാവിലെ 8:30 8:30 മുതൽ ഒരു 10 മണി വരെയാണ് ഒരു ക്ലാസ് വരിക. നിങ്ങൾ ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു തീരും. ലൈവിന്റെ ഒപ്പം നിങ്ങൾ പഠിച്ചു തീരും. അത് കഴിഞ്ഞാൽ 11:30 നമ്മുടെ അടുത്ത ക്ലാസ്. മാക്സിമം ഒരു 12 12:45 1 മണി വരെ. അതിനുള്ളിൽ അടുത്ത സബ്ജക്റ്റിന്റെ അടുത്തൊരു ചാപ്റ്ററിന്റെ മെയിൻ സെക്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു തീരും. ഓക്കെ. അത് കഴിഞ്ഞ് 2 മണി തൊട്ടിട്ട് 3 മണി വരെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 5 മണി ആകുമ്പോഴേക്കും ലൈവ് ക്ലാസ്സുകളൊക്കെ കഴിയും. ആ ലൈവിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. അത് കഴിഞ്ഞാൽ രാത്രി ഇരുന്ന് അന്ന് പഠിപ്പിച്ചതൊക്കെ നന്നായി പഠിക്കാം, ചെയ്ത് പഠിക്കാം, റിവൈസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ഡെയിലി. അങ്ങനെ ഒരു ജൂൺ 1 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബാച്ചിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കഴിയും. ജൂൺ 1 തൊട്ട് ജൂൺ 10 വരെ നമ്മൾ എന്ത് ചെയ്യും? 1 തൊട്ട് 10 വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ പഠിക്കണം.
അല്ല എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക, എന്താണ് ആൻസർ ചെയ്യേണ്ടത്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതാ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതാ, എല്ലാം അറിയണം. കാരണം ഓരോ മാർക്കിനും +2 അത്രയും വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ സീരിയസ് ആയിട്ട് എടുക്കുക, പഠിക്കുക. അല്ലാതെ പരീക്ഷയുടെ തലേ ദിവസം പോയി നോക്കിയിട്ട് കാര്യമില്ല. സോ ഇത്രയാണ് പറയാനുള്ളത്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.